കില്ല സാറ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഹോററായിട്ടുള്ള ഗ്രാനി മോഡൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോബ്ലോക്സ് വീഡിയോ ആണ് അപ്പോൾ ചെയ്യാൻ പോകുന്നത്. 99 Day Forest എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുമല്ലേ, എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പ് മാക്സിമം ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. റോഡ് ടു 1K ആണ് ഗൈസ്. പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും ഗൈസ്. അപ്പോൾ വീഡിയോ തുടങ്ങുമല്ലേ. നമ്മൾ കളിക്കാൻ തുടങ്ങുവാണ്. നോക്കട്ടെ, ഇതെന്താ പ്ലേ സ്റ്റോറി പ്ലേ. ഓക്കെ, നമ്മൾ 4 ഡേ എങ്ങാണ്ട് സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുത്തന്നെ 25 ഡേയോ എടാ ബ്രോ. എടാ അപ്പോൾ നമുക്കിവിടെ എവിടെയാണ് ഇവിടെ പോയി നോക്കാം. ഓക്കെ, സെറ്റ് ബ്രോ, സെറ്റ്. ഒരുത്തനും കൂടെ വന്നാൽ തോന്നാം. സെറ്റാ ഒരുത്തനും കൂടെ വന്നാൽ സെറ്റാടാ. ഒരുത്തനും കൂടെ വന്നാ. ഇപ്പം നമ്മൾ 4 പേരേ ഉള്ളൂ ഗൈസ്. സർവൈവ് 99 days നൈറ്റ്സ്. ഓക്കെ, ഫൈൻഡിങ് ദ മിസ്സിങ് ചിൽഡ്രൻ വിൽ ഹെൽപ്പ്. ഓക്കെ, മിസ്സിങ് ചിൽഡ്രനെ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ മെയിൻ കാര്യം. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്യണം ബ്രോ. ഫസ്റ്റ് തന്നെ പോയി തടി ശേഖരിക്കട്ടെ, രാത്രിയായ പിന്നെ ഒന്നും കണ്ടുകൂടാ. ഓക്കെ, ഇതൊന്നെങ്ങാനും തീരുമോ? ഓക്കെ, സെറ്റ്. സ്റ്റോറ് അടുത്തത്, സ്റ്റോറ് ഇതെല്ലാം അവിടെ കൊണ്ടുവരട്ടെ ഗൈസ്. ഇവിടെ കൊണ്ടിടാം, എന്നിട്ട് രാത്രി ആകുമ്പോൾ അത് വയ്ക്കാം. അവർ വെച്ചോളും ഗൈസ്. ഓക്കെ, പെട്ടെന്നോട്ടെ. എടാ നൈറ്റ് ആവാൻ പോവാണോ ബ്രോ? ആയില്ലേ. ഓക്കെ, സ്റ്റോർ. എടാ ഇത് വെട്ടാൻ പറ്റുമോടാ? ഇല്ല. ഓക്കെ, അവർ കത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പുറത്ത് പോയി ഇതാണ് ശേഖരിക്കാം. കല്ല പിന്നെന്ത് ചെയ്യാണ്? അതെ, ഇവിടെ മറ്റേ മഞ്ഞ സാധനം കാണിക്കുന്നില്ലല്ലോ. ഇതിൽ കുറുക്കനൊക്കെ ഉണ്ട് ഗൈസ്, അതിനൊക്കെ നമുക്ക് പിടിക്കാം. ഇതിൻ്റെ സ്റ്റോർ ഉള്ളത് ആവശ്യം വരും ഇവിടെ. സ്റ്റോർ ക്യാരറ്റ് സ്റ്റോർ ചെയ്ത്. ഓക്കെ, നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഇവിടെ എന്താ സംഭവം? മുയലിനെ പിടിക്കാം ഗൈസ്. ഓടിക്കോ പിടി. ചെറിയൊരു അമ്മേ, ഓടിക്കോ മോനെ. ഇപ്പം ചാർജ് ഇട്ടതോ ഗൈസ്. എടാ സെൽഫ് റിവൈവ്. റോബ്ലക്സ് കൊടുക്കണം ഗൈസ്. മണ്ടത്തരാണ് നമ്മൾ കാണിച്ചേ. നമ്മൾ എന്ത് ചെയ്യാ? ഇത് കഴിഞ്ഞാൽ സെൽഫ് റിവൈവ് ആവില്ലേ? ഓക്കെ, നൈറ്റ് ഈ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ്, നൈറ്റ് ആവാൻ പോകണമെന്നാണ് അവർ പറഞ്ഞത്. സെൽഫ് റിവൈവ് ആയില്ലേ? ആയില്ലേ? എന്താ ഇങ്ങോട്ട് വാ, എന്നിട്ട് റിവൈവ് ചെയ്യേ ബ്രോ. റിവൈവ് അടിപൊളി. ഞാൻ ചത്തു. ഞാൻ എന്തായാലും ഡെഡായി ബോയ്സ് ഗൈസ്. ബ്രോ റീസ്പോൺ റീസ്പോൺ. എന്താണ് ഇത്? നമുക്കൊന്നും കൂടെ ലീവായിട്ട് ഒന്നും കൂടെ കയറാൻ കഴിച്ചു. തുടങ്ങി അടുത്താണ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കയറിയിരിക്കാം.
ഇതെന്താ പാർട്ടി സൈസോ ക്രിയേറ്റ് 16 സെക്കൻഡ് ഉണ്ട്. ഇങ്ങോട്ട് വാ. നമ്മളെന്തായാലും 4 സർവൈവ് ചെയ്യുന്നത്. എടാടോ അവിടെ എന്ത് പറ്റിയതാടാ അവിടെ? അയ്യോ ഇതെന്താ പൊക്കെ ഞാൻ എന്തിനെ കുറിച്ച് വെക്കിയേ? ഓക്കെ സർവേ 99 ഡേ നൈറ്റ്സ്. ഫൈൻഡിങ് ദ മിസ്സിങ് ചിൽഡ്രൻ വിൽ ഹെൽപ്പ്. നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് പിന്നെ ഹെൽപ്പും കൂടെ ചെയ്യണം. ഓക്കെ മനസ്സിലായില്ലേ ബ്രോ? തുടങ്ങി ബ്രോ. ഓക്കെ എടാ ഓക്കെ നമ്മളപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടി ഫയർ ക്യാമ്പ് കത്തിക്കണം ഗൈസ്. നേരത്തെ ഞാൻ കുറേ മരം ശേഖരിച്ച് വെച്ചതാണ് ഗൈസ്. അത് ഞാൻ മുയലിനെ പിടിക്കാൻ പോയത് വലിയൊരു തെറ്റായിപ്പോയി. പിടിച്ചോ? ഇനിയില്ല. ഓക്കെ ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് കളക്ട് ചെയ്യാം. ഇത് നൈറ്റ് ഡേ 1 നമ്മളെ ഇന്നത്തെ ഡേ 1 ആണ് ഗൈസ്. അപ്പം എന്തായാലും ആരും ഒന്നും പിടിക്കാനൊന്നും വരത്തില്ല. ഓക്കെ ഇതവിടെ കൊണ്ട് വയ്ക്കും ഗൈസ്. തന്നെയായോ? ഓക്കെ 50% മതി. നമുക്കത് പോയി എടുക്കാം ഗൈസ്. സ്റ്റോർ എന്നിട്ട് ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ക്യാരറ്റൊക്കെ ആവശ്യമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ബ്രോ അത് സേവ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഓടിയതാണ് പ്രശ്നമായത്. അതിനകത്ത് തിരിച്ച് കൊല്ലുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ എന്തായാലും കുറേ മരം എന്തായാലും വേണം. സ്റ്റോർ ഇതെടുത്ത് അവിടെ ഇടാം. ഓക്കെ ഹാഫായി ഗൈസ്. ഇവിടെ പെട്ടെന്ന് തീരുമല്ലേ? ഓക്കെ എന്തായാലും കുറേ വുഡൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ ഒരു സാധനം ഇല്ലല്ലോടാ. എന്തായാലും പോട്ടെ ഗൈസ്. നമുക്ക് അവിടെ ഇരിക്കട്ടെ. ആരെങ്കിലും വന്നാൽ അടിച്ചു. അവിടെ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അയ്യോ എന്താ ഈ ഡേ എന്തായാലും സമാധാനമായിട്ടുള്ള ഡേ ആണ് ഗൈസ്. ഓക്കെ ഇവിടെ എന്തോ ശബ്ദം കേൾക്കുന്നില്ല. അറിയോ, എന്റെ ഭർത്താവിന്റെ കണ്ണൊന്ന് ചുവന്നാൽ ചുറ്റും ജില്ല മുഴുവൻ കേടുകിടാന്ന് പറയും. അങ്ങനെ ഒരാളുടെ കണ്ണിൽ ഞാൻ കണ്ണീര് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാരണം. നമുക്കെന്താ ഈ ഒരു ദിവസം നമുക്ക് അയ്യോ ഇതെന്താ അവിടെ വന്ന് എന്താ സേഫ് ആണെന്ന് തോന്നുന്നു. വന്നാൽ നോക്കാം.
സന്തോഷിക്കല്ലേ ചെയ്യാ. എന്നാൽ എന്റെ ചേട്ടൻ അദ്ദേഹം ഇന്നും കാണുന്നു. അത് നിങ്ങൾ കാണണോ? എടാ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 1K ആണ് ഗൈസ്. പെട്ടെന്ന് സബ്സ്ക്രൈബ് അടിച്ചു കൊടുക്കുക ഗൈസ്. ആർക്ക് വേണം നിങ്ങളുടെ കുടുംബ പേര്? ബട്ടണൊക്കെ ചുമ്മാ ഇരിക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ ഈ നാട് മുഴുവൻ ജീവിക്കും. ഓക്കെ, അവളെന്താ ക്രാഫ്റ്റിംഗ് എന്തോ സംഭവം ഉണ്ട് ഗൈസ്. അപ്ഗ്രേഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് ശേഖരിച്ചിട്ട് വന്ന് നോക്കാം ഗൈസ്. നീയോ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചാ അവര് പേര് പറയില്ല. പുഷ്പയുടെ ആൾക്കാരത് പറയൂ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതാരാ? പുഷ്പയുടെ ചേട്ടൻ. അടിപൊളി. ഇതാ എന്റെ ഭർത്താവെന്ന് പറഞ്ഞ. അതെ, എന്താ പുഷ്പ എന്താ ബ്രോ എന്നത് എന്താ ബ്രോ പേരല്ല. പുഷ്പ എന്നതൊരു ബ്രാൻഡാ. എന്ത് ബണ്ണി ഫൂട്ട് വേണോ? ചെറിയമ്മന്ന് അതൊന്നും എനിക്കൊന്നും വേണ്ട. ഇതാ കുടുംബക്കാരൊക്കെ നിൽക്കല്ലേ ആവശ്യം പോലെ. പോയി അവരെ വിളിക്കും. അവര് തമ്മിൽ എന്തെങ്കിലും ആവട്ടെ. വെട്ടിട്ട് വാടാ. സമി, എടാ വാടോ. സമി. എടാ ബണ്ണി ഫൂട്ട് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായില്ലല്ലോ. ആ കിട്ടി ബ്രോ ബണ്ണി ഫൂട്ട്. ഓ പോലെ 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 സെലക്ട് ടോർച്ച് വേണം. ഒടുക്കത്തെ പണിയാണല്ലോ തരുന്നേ. കണ്ടത് കത്തിച്ച് വെച്ചേക്കാം ഗൈസ്. ബണ്ണി ഫൂട്ടല്ലല്ലോ. അതെന്തായാലും നമുക്കിപ്പോൾ യൂസ് ചെയ്യണ്ട. എന്താണ് സംഭവം എനിക്കറിഞ്ഞു ഗൈസ്. എടാ പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരെ ഒത്തിരി പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് അടിക്കുക, ലൈക്ക് അടിക്കുക ഗൈസ്. 1K ഗൈസ് വലിയൊരു അച്ചീവ്മെൻ്റാണ് ഗൈസ് എന്നെ സംബന്ധിച്ച്. ഇതെന്താ ഈ മാപ്പ് നോക്ക്. എടാ നമ്മുടെ ഇതിൻ്റെ അയ്യോ ഈ സാധനം വാ ഓക്കെ കുറച്ചുള്ളൂ. വരുന്ന കമ്മിറ്റി ഈ സ്ഥലത്ത് മാത്രം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഫിസിക്കൽ ടെസ്റ്റ് ഇത് ഡ്രിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പൗഡർ പോലും ചുവപ്പായതുകൊണ്ട് ഇത് 100% ഈ നൈറ്റ് എന്തോണ്ടാ. ഓ മറ്റാൻ അവനെ കാണിക്കുക. എടാ നമ്മളൊരു സാധനം മേടിച്ചിട്ട് എടോ ബ്രോ. എന്റെ ടീമിന് മൊത്തം ഒരേ അഭിപ്രായം. യഥാർത്ഥ സരക്ക് വരുന്നത് വരെ ഇത് എല്ലാം രക്തസന്ധനാണെന്ന് ഞാൻ വിശ്വസിപ്പിക്കാം. പിടിച്ചെടുത്ത രക്തസന്ധനം അവനെയാണ് ഇപ്പൊ കാണിച്ചത് ഗൈസ്. കിട്ടുന്ന പണം ഗവൺമെന്റ് ട്രഷറിലേക്ക് പോകും. സർ, നിങ്ങൾ കോടികളുടെ ചരക്ക് പിടിച്ചതിൽ എല്ലാവരും സാറിനെ അഭിനന്ദിക്കുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് സാറിന് പറയുന്നത്? നോക്കെന്താ ഇതൊക്കെ കഴിച്ചേക്കാം ഗൈസ്. ഇനിയിപ്പോൾ വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇതെന്താ ഇല്ല സാറേ, പുഷ്പ ചരക്ക് അവിടെ എത്തുന്നതിനോട് പറഞ്ഞതാ. അത് കഴിഞ്ഞ എന്തോ ഇവിടെ എനിക്കറിയില്ല. cannot ban this close. എടാ ഈ ഫയറിൻ്റെ ഇത് ക്ലോസ് ആയാൽ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ കെട്ടുപോയാൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ആരും ഇല്ലടാ. അവിടെ ആരുമില്ലേ?
പുഷ്പയോട് സംസാരിച്ചിട്ട് സാധനം തിരിച്ചു വിളിക്കാം. ആരും ഉണ്ടല്ലോ എന്തായാലും ഇപ്പം രാവിലെ തൊട്ട് ഓക്കെ ഇവിടെ ആരും ഉണ്ടായിരുന്നു നിരീക്ഷിച്ചതാണോ ഇവിടെ 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 നമുക്കെന്തായാലും എന്തായാലും പുഷ്പ ആ ഷെക്കാവത്ത് പ്രസ് മീറ്റിൽ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ അതിൽ വാസ്തവമില്ല. പിടിച്ചത് രക്തയന്ത്രമാണെന്നാണല്ലോ പറയുന്നത്. അല്ല സൺട്രയ എനിക്ക് ഇവിടെ ശരിക്കുള്ള ചരക്ക് എവിടെയാ? എവിടെയായാലും ഓർഡർ എടുത്താണോ എല്ലാ കാര്യങ്ങളും ചെയ്തത്. എടോ 5 കിട്ടിയോ അതെന്നതാ പ്ലാൻ ചെയ്ത് ജീവൻ പടയപ്പെടുത്തി എത്തിച്ച ചരക്ക് ചന്ദ്രയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കില്ല? ചന്ദ്രയാണെന്ന് വിശ്വസിച്ചു. പെട്ടെന്ന് നമുക്ക് എന്തായാലും എടുക്കണം ഗൈസ് എടുക്കാതെ പറ്റില്ല ചരക്ക് പിടിച്ചാ സിൻഡിക്കേറ്റ് ഇവിടെ വന്ന് വെല്ലുവിളിച്ചായിരുന്നല്ലോ. അയ്യോ അത് തലയിലേക്ക് കയറുന്നില്ലേ? അത് ചന്ദ്രനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ അടങ്ങിയിരിക്കും. ഞാൻ എന്താ ബ്രോ അത് രക്തചന്ദ്രനാണെങ്കിൽ എനിക്ക് 10 പൈസ തരണ്ട നിങ്ങളാ. അത് സൺട്രയാണെങ്കിൽ നിങ്ങൾ തന്നെ ഷെയർ ചോദിക്കണ്ട. ആ ശരി ശരി ശരിക്കുള്ള ചരക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. ഇവരെല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. ചരക്ക് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഹെൽത്ത് കുറച്ചേ ഉള്ളൂ ബ്രോ. പക്ഷേ ഞങ്ങൾക്ക് ആ ചരക്ക് എവിടെയുണ്ടെന്ന് അറിയണം. നമ്മള് ഇപ്പത്തേക്ക് 3 ഡേയ്സ് സർവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് നേരം കൂടെ സർവൈവ് ചെയ്യാനുണ്ട് ഗൈസ്. കുറച്ച് ഡേയ്സ് സർവൈവ് ചെയ്യാനുണ്ട്. ഇതിന് മാക്സിമം നമുക്ക് രാവിലെ എന്ത് പരിപാടി വെച്ചു മാക്സിമം തന്നെ തടി സ്റ്റോർ ചെയ്യാം. അതാണ് ഞാൻ രാവിലത്തെ പരിപാടി. പെട്ടെന്ന് പോവും നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എല്ലാം ഈ റേഞ്ച് വരെ കൊണ്ടെത്തിച്ചിട്ടും പിന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. കച്ചവടത്തിൽ സത്യം മാത്രമല്ല വിശ്വാസമാണ് വേണ്ടത്. ഉണ്ടല്ലോ വോയിസ് ഞാൻ ഈ ഷർട്ട് റെഡാണെന്ന് പറഞ്ഞാൽ അത് റെഡാണെന്ന് വിശ്വസിക്കാൻ എന്തേലും ഉണ്ടോ എവിടെ ഒരു സാധനം കൂടെ കാണാനുണ്ടാവുമല്ലോ. ഇന്നായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എന്തത്? ഓ ഏലിയൻസ് ബ്രോ അടിപൊളി ബ്രോ. ഇവിടെ ഓരോരുത്തരും ഇറക്കിയിരിക്കടാ. ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. എനിക്ക് മനസ്സിലായി. എടാ മാസമൊക്കെ ഇട്ട് കത്തിക്കാൻ നടക്കൂല. അയ്യോ ഓക്കെ വരുന്നടിച്ച് വെച്ച് നോക്കാം. സ്റ്റീക്കല്ലേ സ്റ്റോർ അവിടെ ആരും വരത്തില്ലായിരിക്കുമല്ലേ. ഓ ഗായ്സ് ഇവിടെയാണ് സംഭവം. നോക്കണം പുറത്തിറങ്ങി നോക്കാം. നാളെ രാവിലെ പോയി നോക്കാം. നല്ല സേഫ് എന്ന് വെച്ചാൽ രാവിലെ പോയി നോക്കുന്നതാണ്. അല്ല ഇപ്പോൾ പോയി പെടണമെന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ടല്ലേ പറയാതെ. ലെവൽ 2 ആണ് നമുക്ക്.
ഇല്ലാതെ ഈ റോക്കറ്റ് ഞാൻ എങ്ങനെ പ്രവർത്തിപ്പിക്കും? ഡേ 4 ബ്രോ. ഒന്ന് പ്രസ് ചെയ്ത് ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാം. ഈ എയർ ഫ്രയറിൽ ഇതെങ്ങനെ ക്രിസ്പിയാക്കാം? ഇതൊരു ബാസ്ക്കറ്റ് സ്റ്റൈലിലുള്ള എയർ ഫ്രയർ ആണ്. അതിനാൽ റോസ്റ്റ് മോഡിൽ വെണ്ടയ്ക്ക 180 ഡിഗ്രിയിൽ കുക്ക് ചെയ്യുക. റെസിപ്പികൾ കൂടി പറയട്ടെ. അതെ അതെ, ജെമിനി ഇതിനൊരു ജെമിനി സ്കാൻ 3 വർഷങ്ങൾ ജോലിക്ക് ഞാൻ പുതിയ ടീമായിട്ട് ബ്ലെൻഡ് ആവും. പുതിയ ടീമായിട്ട് ഈസി ചായയുടെ ബെസ്റ്റ് നിങ്ങളുടെ പാർട്ട്ണറിനെ പോലെ നീ ഒന്നും ഇത്ര പെർഫെക്റ്റ് ഓക്കെ ശരി. എടാ ഏലിയനെ നമുക്ക് കത്തിക്കാൻ പറ്റും. തീർച്ചയായും വേണമല്ലോ. ഫ്ലിപ്കാർട്ട് ഗോൾഡ് അതെന്തൊരു ഭയങ്കര സംഭവം കേട്ടോ. സ്വിച്ചോ എന്താ ഒന്ന് സാധനം എന്താ എന്താ എവിടെ നിന്ന് വന്നു ഈ അഴകിൽ അഴകായ ഇടതൂർന്ന ഈ മുടികൾ? കാരണം ഈ മുടികൾക്ക് ജീവനുണ്ട്. നാളികേരത്തിൽ നിന്നുണ്ടാക്കിയ പാരഷൂട്ട് അഡ്വാൻസ് ഗോൾഡ് 10 മടങ്ങ് വരെ മുടികൾക്കുള്ളിലേക്ക് ഇറങ്ങി പോഷണം തരുന്നു. പാരഷൂട്ട് അഡ്വാൻസ് ഗോൾഡ് എൻ്റെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കുമ്പോഴെല്ലാം കഴിക്കാതെ നിവർത്തിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഡെന്റിസ്റ്റ് ആണ് പറഞ്ഞത് നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറത്തെ പാളിക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ ഞരമ്പുകൾക്ക് പല്ലുകൾ അനുഭവപ്പെടും. അദ്ദേഹം പറഞ്ഞു സെൻസോഡൈൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ. എന്തായാലും കുറേ നേരം തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്.